വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോ വിഷുവാണ്, വിഷു വ്ളോഗാണ്. വിഷുവിൻ്റെ തലേ ദിവസമാണെന്ന്. അപ്പോൾ വിഷുവിൻ്റെ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ്, വിഷു സെലിബ്രേഷൻസ്, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഒത്തിരി പണികളുള്ള ദിവസമാണ്. നാളെയല്ല, ഇന്ന് രാത്രി നമ്മൾ കണി ഒരുക്കി വെക്കണമല്ലോ. എന്നിട്ട് നാളെ രാവിലെ കണി കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രിപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാതെ നമുക്ക് നമ്മുടെ പണികൾ തുടങ്ങാം. വീഡിയോയിലോട്ട് പോകാമെന്ന് ഞാൻ പറയാൻ വന്നത്. വീഡിയോയിലോട്ടും പോകണം, പണികൾ. ക്ലീനിങ് ആണ് നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി. ഫുൾ ഹൗസ് ഡീപ്പ് ക്ലീനിങ് ആണ് നമ്മൾ ഇന്ന് എല്ലാവരും കൂടെ ചെയ്യുന്നത്. ഇന്ന് പോരാത്തിന് സൺഡേയും കൂടെയാണ്. സൺഡേസിൽ നോർമലി നമ്മുടെ വീട്ടിലെല്ലാവരും ഭയങ്കര ബിസി ആയിട്ടുള്ള ദിവസമാണ്. കാരണം ഫുൾ ഹൗസ് ക്ലീനിങ്ങും തൂപ്പും തുടപ്പും വണ്ടി കഴുകലും, പിന്നെ അതല്ലാതെ നമ്മുടെ ഡേ ടു ഡേ ഉള്ള ജോലികളുണ്ടല്ലോ, കുക്കിങ്, തുണി കഴുകൽ, തുണി മടക്കൽ, അങ്ങനെ ഫുൾ ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ് നോർമൽ സൺഡേ. ആ വിഷുവും കൂടെ ആയതുകൊണ്ട് നമുക്ക് ക്ലീനിങ് സൈഡ് കുറച്ചും കൂടെ ഉണ്ട്. സാധാരണ നമ്മൾ മേളത്തെ നമ്മുടെ ഹാളിലാണ് കണി വെക്കാറ്. അത് നമ്മളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്, കണി കാണാനുള്ള റൂം തുറന്ന് നേരെ കണി കാണുക എന്നുള്ളത്. പക്ഷെ സാധാരണ നമ്മൾ വിളക്ക് കത്തിക്കാറെല്ലാം താഴെ ഹാളിലാണ്. അപ്പം ഇപ്രാവശ്യം നമ്മൾ താഴോട്ട് ഇറങ്ങി വന്ന് തന്നെ കണി കാണാമെന്ന് കരുതി താഴെ തന്നെ, ദൈവങ്ങളെല്ലാവരും അവിടെ തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പം താഴെ തന്നെ നമ്മൾ കണി ഒരുക്കുന്നത്. അതുകൊണ്ട് മേളത്ത് നില ഫുൾ രാവിലെ ക്ലീൻ ചെയ്തിട്ട് താഴെ നമ്മൾ രാത്രിത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് തറയൊക്കെ തൂത്ത് തുടയ്ക്കാം എന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ക്ലീനിങ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാനൊന്ന് അടുക്കളയിൽ അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയി. നമുക്കിന്ന് ചോറും ചിക്കൻ കറിയും മാത്രം വെച്ചാൽ മതി, വേറെ കറികളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറിക്ക് വേണ്ട ഉള്ളിയൊക്കെ അരിഞ്ഞു കൊടുത്ത്, പിന്നെ ഉള്ളി ഒന്ന് വഴറ്റിയൊക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും എൻ്റെ ക്ലീനിങ് പരിപാടി റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേക്കും കണ്ണേട്ടൻ ഓൾമോസ്റ്റ് മേളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ജനൽ തുടയ്ക്കുകയും അതേപോലെ ബെഡ്ഷീറ്റ്സ് ഒക്കെ മാറുകയും പൊടിയടിച്ച് ഫാൻ തുടച്ച് തൂത്തൊക്കെ വാരിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ജസ്റ്റ് തറ തുടച്ചാൽ മാത്രം മതിയായിരുന്നു. എൻ്റെ പണി കുറച്ചും കൂടെ ഈസിയായി. പിന്നെ നമ്മുടെ ബാൽക്കണി ആണ് ഏറ്റവും കൂടുതൽ പൊടിയുള്ള സ്ഥലം. പണ്ടൊക്കെ ബാൽക്കണിയിൽ ഇറങ്ങിയിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല ചിൽ മോഡായിരുന്നു. പക്ഷേ ഇപ്പം ഈ റോഡെല്ലാം ഈ ഗ്യാസ് പൈപ്പിന് വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് കുഴിച്ച് ഇട്ടേക്കുന്നത് കാരണം ഫുൾ പൊടിയാണ്, കംപ്ലീറ്റ് പൊടി. നമുക്ക് എങ്ങും പോയി പിടിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ബാൽക്കണി മാത്രം തേച്ച് കഴുകി ഇറക്കുക ആണ് നമ്മൾ ചെയ്യാറ്. ബാക്കി എല്ലായിടവും തുടച്ചിടും. ഞാൻ സത്യം പറഞ്ഞാൽ ചെടിയൊക്കെ കംപ്ലീറ്റ് ഈ പറഞ്ഞ കണക്ക് പൊടിയൊക്കെ പിടിച്ച് ഒരു ജാതിയായി ചെടിയൊക്കെ. അതുകൊണ്ട് ബാൽക്കണിയിലെ ചെടിയൊക്കെ ഇങ്ങനെ ജീവൻ നിലനിർത്തി പോവുക എന്നാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേയൊക്കെ ഞാൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കാനൊക്കെ മറന്നു പോകാറുള്ള ദിവസങ്ങളുണ്ട്. അതെൻ്റെ ഭാഗത്ത് തെറ്റാണ്. നമ്മുടെ ഈ ഹാളിലാണ് അമ്മയുടെ മെയിൻ പ്ലേ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മളെപ്പോഴും ക്ലീൻ ആക്കി ഇടും. വേറെ റൂംസിലോട്ടൊന്നും ടോയ്സ് കൊണ്ടുപോകും, എന്നാലും ഒരുപാടൊന്നും വാരി വലിച്ചിട്ടില്ല. ഈ ഹാള് മാത്രമേ മെസ്സി ആക്കി ഇടത്തുള്ളൂ. അപ്പം നമുക്ക് ഒരു ഏരിയ മാത്രം ക്ലീൻ ചെയ്താൽ മതിയല്ലോ. ഇവിടെ ഇത്രേ വൃത്തിയാവത്തുള്ളൂ. എത്ര നേരത്തേക്ക് ഇതിങ്ങനെ വൃത്തിയിരിക്കും എന്നുള്ളൊരു ഗ്യാരണ്ടി ഒന്നുമില്ല. നമുക്കിനി നെക്സ്റ്റ് റൂമിലോട്ട് പോകാൻ കഴുകി വന്ന തുണികളല്ലാണ്ട് അയ്യോ ഈ ടെൻറ്റും കൂടെ അവിടെ വെക്കണുള്ളൂ. അതാണ് ഞാൻ ഓർത്ത്, എന്തോ ഒരു സാധനം മിസ്സിങ് ഉണ്ടല്ലോ എന്ന്. ഈ ടെൻറ്റും കൂടെ നമുക്ക് അവിടെ എടുത്ത് വെക്കണം. ഇപ്പോഴാണ് ശരിയായത്. ഓക്കെ, നമുക്കിനി ഈ റൂമിലോട്ട് കിടക്കാം. ഓൾമോസ്റ്റ് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാ മുറിയിലും ബെഡ്ഷീറ്റ്സ് ഒക്കെ വിരിക്കണം. പിന്നെ കുറച്ച് ക്ലീനിങ് കൊണ്ടുള്ളത് ലാസ്റ്റ് മിനിറ്റാണ്. നമ്മൾ കണി വെക്കുന്ന ആ സ്ഥലം ഒന്ന് ക്ലീൻ ചെയ്യണം. താഴെ ഹാളിൽ വെക്കാനാണ് പ്ലാൻ. അപ്പോൾ അവിടെ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം തുടയ്ക്കാമെന്ന് വെച്ചേക്കുന്നത്. പിന്നെ എനിക്ക് വിളക്കൊക്കെ തേക്കാനുണ്ട്, അതും വൈകുന്നേരം ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അതിന് മുന്നേ ഇനി കുറച്ച് ബ്രേക്ക് ആവാം. കാരണം രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ഒറ്റ സ്ട്രെച്ചിൽ പണിയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സീനൊന്നും ഞാൻ നിങ്ങളെ കാണിച്ചില്ല എന്നേ ഉള്ളൂ. നല്ലോണം വിശക്കുണ്ട്. മണി 2 ആവാനാകും പോകും. പേടിച്ച് പോയി പണ്ടാരം. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒക്കെ മുഴുങ്ങി കുറച്ച് എനർജി വരട്ടെ. അമ്മി ഫുഡ് കഴിക്കുന്ന കണ്ടിട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അമ്മിയുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ആ ഒരു ചിക്കൻ പീസ് മാത്രമായിരുന്നു. ഒരു പനി അങ്ങോട്ട് വന്ന് മാറിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വിശപ്പൊക്കെ ചത്ത അവസ്ഥയാണ്. ഫുഡൊന്നും കഴിക്കുന്നില്ല. ഇനി കുറച്ച് ടൈം എടുക്കും തിരിച്ച് ട്രാക്കിലോട്ട് വരാൻ വേണ്ടി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മുഷിഞ്ഞ തുണികളൊക്കെ കഴുകാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വിരിച്ചിട്ടു. ഇനി നമുക്ക് കടയിൽ പോകണം. കാരണം വിഷുവിൻ്റെ സാധനങ്ങളെല്ലാം, കണി വെക്കാനുള്ള സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാം കടയിൽ കിടക്കുക. നമ്മൾ കടയിൽ പോയി അതൊക്കെ വാങ്ങിക്കണം. അമ്മയ്ക്ക് എനിക്കൊരു ഡ്രസ്സ് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. അതിപ്പോൾ പോകണോ വേണ്ടിയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. എന്താ വെച്ചാൽ ഇപ്പം ബർത്ത്ഡേക്ക് എടുത്ത ഡ്രസ്സ് എല്ലാം ഇട്ടൊന്നും തീർന്നിട്ടില്ല. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഒരു വിഷുവിൻ്റെ ഒരു തീം, ഒരു ട്രഡീഷണൽ ഡ്രസ്സൊന്നും അല്ല ഉള്ളത്. അപ്പം നാളെ വിഷു ആയതുകൊണ്ട് ഒന്ന്
വിഷുവിൻ്റെ ഒരു വൈബ് അറിയിക്കുന്ന ടൈപ്പ് ഓഫ് ഡ്രസ്സ്. അങ്ങനെ പാവാടി ഉടുപ്പ് എനിക്ക് കിട്ടുമെന്ന് അറിയാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ പ്രായത്തിനും അവളുടെ സൈസിനൊത്ത സംഭവം കിട്ടത്തില്ല. ഭയങ്കര പാടാണ്. ഓൾട്രേഷൻ ചെയ്യാനുള്ള സമയമൊന്നുമില്ല. ലാസ്റ്റ് മൊമെൻറ്റാണ്. നമ്മളെല്ലാം അങ്ങനെയാണല്ലോ. അപ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ഫ്രോക്കാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ മേടിക്കണം എന്ന് എനിക്കുണ്ട്. അതിപ്പോൾ അതിങ്ങനെ ചാഞ്ചാടി ഇരിക്കുകയാണ്. ചിലപ്പോൾ അതും മേടിക്കാൻ പോകും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ എവിടെ പോകുന്നു? നമ്മൾ കണി വെക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നു. ആണ് അമ്മയ്ക്കുട്ടോ കണിക്ക് എന്തൊക്കെയാണ് വെക്കുന്നത്? മാങ്ങ, പിന്നെ ബനാന, പിന്നെ മാങ്ങ, ബനാന, ചക്ക, മാങ്ങ, തേങ്ങ, പഴം, ചക്കയും മാങ്ങയോ. അപ്പൊ നമ്മളതെല്ലാം മേടിക്കാൻ പോണം. കണിക്കൊന്നപ്പൂവ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നോക്കണം. അത് മുല്ലപ്പൂവാണ്. മുല്ലപ്പൂവൊക്കെ മേടിക്കണം. മുല്ലപ്പൂ മേടിക്കണം. കുറച്ച് ബന്ദിപ്പൂ മേടിക്കണം വിളക്കിലൊക്കെ വെക്കാനായിട്ട്. എൻ്റെ ശിവനേ, റോളർ കോസ്റ്റർ റൈഡാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓട്ടോറിക്ഷ നമുക്ക് തിരിച്ചു നോക്കാം. നോക്ക് പോരെ. കണ്ണമ്പായി ആരാണ് അമ്മിക്കുട്ട? കണ്ണപ്പായി എന്നാണ് വെച്ചിട്ട് അമ്മിക്കുട്ട പറയണേ. ഹേ കണ്ണമ്പായി. ഇതേ ഇവിടെയൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ ഇതേ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ വേണമെങ്കിൽ മേടിക്കാം നമുക്ക്. എവിടെ ലാലേട്ടൻ? എമ്പുരാനെന്നൊക്കെ. നമുക്ക് അവിടെ പോയി വാഴയിലൊക്കെ വേണം. പൊന്നിരുന്നിയിലൊരു കടയുണ്ട്. അവിടെയാണ് പോകുന്നത്. നാളെ വിഷു അല്ലേ, അപ്പൊ എന്തായാലും കട ഓപ്പൺ ആയിരിക്കും. മീൻ വേണ്ട പൊന്ന, നാളെ സദ്യയാണ്. സ്പൈഡർമാൻ്റെ വാച്ച്. ഇവിടെയൊക്കെ സെറ്റും മുണ്ടൊക്കെ കിടപ്പുണ്ട്. ആ കടയിൽ നിന്ന് മഞ്ഞപ്പട്ടൊക്കെ മേടിക്കണം. ഭഗവാനെ ഞാൻ ലിസ്റ്റ് നോക്കട്ടെ. ലിസ്റ്റ് നോക്കിയില്ലെങ്കിൽ സാധനം മൊത്തം ഉണ്ടാവില്ല. അറിയില്ല വേറെ. നമുക്കിട്ട് ഞാൻ ഒരിക്കൽ റെഡിയായി കൊണ്ടുവന്നത് പോയി. ഇനി നമ്മൾ എറണാകുളം മാർക്കറ്റിലോട്ട് പോവാണ്. എന്തിനാണ് മാർക്കറ്റിൽ പോകുന്നത്? സൈക്കിളോ? പിന്നെ അതിനൊന്നല്ല. നമ്മൾ പടക്കം മേടിക്കണ്ടേ? വിഷുവിന് പടക്കം പൊട്ടിക്കണ്ടേ? പടക്കം മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ വേറെയും കുറച്ച് സാധനങ്ങൾ എനിക്ക് ആ കടയിൽ നിന്ന് കിട്ടിയിട്ടില്ല. അമ്പായി അല്ല, വീട്ടിൽ പോയിട്ട് പടക്കം പൊട്ടിക്കണം. ഇന്ന് വീട്ടിലാണ് പടക്കം പൊട്ടിക്കുന്നത് വിഷുവിന്. അമ്മി പടക്കം പൊട്ടിക്കണ്ട. പടക്കം അപ്പം പൊട്ടിക്കും. അമ്മി കമ്പിത്തിരി പിടിച്ചാൽ മതി. കമ്പിത്തിരി പിടിക്കൂ. ഒരു വിഷു വൈബില്ലല്ലോ ഇങ്ങോട്ടൊന്നും വന്നിട്ട്. ഇത് തിരക്കൊഴിഞ്ഞ് നടക്കുന്ന ഈ റോഡൊക്കെ. കണ്ണടപ്പന്റെ വീട്ടില് മിസ്റ്റർ കണ്ണൻ പൂ മേടിക്കാൻ വേണ്ടി പോയേക്കുവാണ്. നാളെ കൃഷ്ണൻ ഇടാനുള്ള മുല്ലപ്പൂവും പിന്നെ അപ്പൂപ്പന്റെ ഫോട്ടോയിലിടാനുള്ള മുല്ലപ്പൂവും വേണം. ആരാണത്? കണ്ണപ്പൻ. കണ്ണൻ. അപ്പ ഈസ് കണ്ണപ്പൻ. കണ്ണൻ പ്ലസ് അപ്പ കണ്ണപ്പ. കട്ടപ്പ എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ട്. വെറുതെ സ്വന്തം അപ്പനെ ഇങ്ങനെ അപമാനിക്കരുത് അമ്മീ. എനിക്ക് വിശക്കുന്നു. നിനക്ക് വിശക്കുന്നുണ്ടോ?
സാധാരണ വണ്ടി കയറി ആദ്യം വിശക്കുന്ന അമ്മയ്ക്ക് വണ്ടിയിലോട്ട് കയറി കഴിയുമ്പോഴേ അമ്മ പറഞ്ഞു തുടങ്ങും എനിക്ക് വെച്ചക്കുന്നപ്പേ. പക്ഷെ എനിക്കാണ് വെച്ചക്കുന്നത്. ഇല്ലേ, അതിന് എവിടെ മേടിക്കുന്നുണ്ട്? മറ്റേ ലൂസ് പൂവ് കിട്ടിയോ? ഞങ്ങളുടെ രണ്ടുപേരുടെ എനർജി കണ്ടാൽ മനസ്സിലാവും. എത്ര കടയിൽ കയറി ഇറങ്ങി എന്നതിനെ കുറിച്ചൊരു ധാരണയില്ല. ഞങ്ങൾ MG റോഡ് പോയി, ഞാൻ പറഞ്ഞില്ലേ എറണാകുളം മാർക്കറ്റിൽ പോയി. തൃപ്പൂണിത്തുറ വന്നു. എനിക്കൊരു പാവാട ഉടുപ്പിനും വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച കടയിൽ ചെന്നപ്പം അവിടെ ഇല്ല. പിന്നെ കുറെ ബ്ലോക്കാ തൃപ്പൂണിത്തുറയില്, നല്ല ബ്ലോക്ക് ഉണ്ട്. എന്താണിത്, നല്ല ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ നടന്ന് എവിടെയോ വണ്ടി ഇട്ടിട്ട് നടന്ന് കുറെ കഴിഞ്ഞു. പക്ഷെ ഉണ്ടല്ലോ, നമ്മൾ ഉദ്ദേശിച്ച് പോയ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. ഇപ്പം ലാസ്റ്റ് ഇനി വെറ്റിലയും അടക്കയും പിന്നെന്തായിരുന്നു മയിൽപ്പി അപ്പം അതും കൂടെ വാങ്ങിച്ചാൽ മതി. അപ്പം അതുകൂടെ വാങ്ങിക്കാനായിട്ട് കണ്ണച്ചോട് പൂജ സാധനങ്ങളൊക്കെ വെക്കണ കടയിൽ പോയേക്കാണ്. ഇവിടെ നമ്മൾ പൂർണ്ണത്രേശൻ്റെ അമ്പലം ഉണ്ടല്ലോ, അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുന്ന കടകളുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ ഷോപ്പിംഗ് തരും. എനിക്കതൊരു 5:30 ആയപ്പോൾ ഇറങ്ങിയത്, ഇപ്പോൾ 9 മണിയായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് കണിയൊക്കെ ഒരുക്കി വെക്കണം. ഭക്ഷണം കഴിക്കണം, ഒന്നും കഴിച്ചിട്ടില്ല, വിശക്കണു. അതിനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയില്ല. കറണ്ട് പോയോ? ഇല്ല, കട അടച്ചു. കടയുടെ ലൈറ്റ് ആയിരുന്നു, കട അടച്ചു. ബിഗാണ്. ഇനി അമ്മയെടുത്ത് വാ. ശശിയായ കാറിനോട് പോലെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. നമ്മൾ കാറിൻ്റെ അടുത്ത് നിന്നതുകൊണ്ട് കണ്ണേട്ടന് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ നമ്മൾ പോയിട്ട് വരാൻ ഒരുപാട് വൈകി, പ്രതീക്ഷിച്ചതിലും ഒരുപാട് താമസിച്ചു. അപ്പോഴേക്കും അമ്മ വിളക്കൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു. ഇനി വേണം എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം എനിക്ക് പോയി കുളിച്ച് വന്ന് വേണം കണി ഒരുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം കുറച്ച് കമ്പിത്തിരി കൊച്ചിൻ്റെ കൂടെ ഒന്ന് കത്തിച്ചിട്ട് പോയതാണ്. നമ്മളടുത്തുള്ളത് ഒരു കുഞ്ഞു കൃഷ്ണനാണ്. അപ്പോൾ നമ്മൾ കണിയൊക്കെ വെച്ച് കഴിയുമ്പം ഒറ്റ നോട്ടത്തിൽ കൃഷ്ണനെ പെട്ടെന്ന് കണ്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് കുറച്ചും കൂടെ റെക്കഗ്നിഷൻ കിട്ടാൻ വേണ്ടി ഞാൻ 3-4 ബുക്കൊക്കെ വെച്ച് കൃഷ്ണൻ ഇരിക്കേണ്ട സ്ഥലം ഒന്ന് ഉയർത്തി വെച്ചിട്ടുണ്ട്. കണി വയ്ക്കുന്ന ഓരോ ഐറ്റംസിനും ഓരോ പ്രത്യേകതകളുണ്ടെന്നാണ് പറയുന്നത്. എല്ലാത്തിൻ്റെ ഒന്നും എനിക്കറിയില്ല. പക്ഷെ വെള്ളരി വെക്കുന്നത് മഹാവിഷ്ണുവിന് വേണ്ടിയിട്ടാണ്. പിന്നെ കൃഷ്ണനെ മഞ്ഞപ്പട്ടിലിരുത്തണം. ഒടയാട വെക്കുന്ന ദേവിക്ക്. അങ്ങനെ ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട്. നമ്മൾ ബേസിക്കലി വിഷുക്കണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇത്രയും ഫ്രൂട്ട്സും പച്ചക്കറി അതേപോലെ കാശ് സ്വർണം എല്ലാം കൂടെ നമുക്ക് ഒരുപാട് പ്രോസ്പെറിറ്റി ഉണ്ടാവുന്ന ഒരു വർഷമായിരിക്കണം അടുത്ത വർഷം എന്നുള്ള വിശ്വാസത്തിലാണ് വിഷുക്കണി ഒരുക്കുന്നത്. അപ്പോൾ ശരി, ഇനി നമുക്ക് പോയി കിടന്നുറങ്ങാം. എന്നിട്ട് നാളെ രാവിലെ എഴുന്നേറ്റ് കണി കാണാം. രാവിലെ അല്ല 8:30 രാവിലെ പോകാൻ വിചാരിച്ചതാണ്. പക്ഷെ അമ്മിക്കുട്ടനൊക്കെ എണീക്കണ്ടേ, എന്തൊരു കരച്ചിലാ. ഇങ്ങനെയാണെങ്കിൽ അമ്മിക്കുട്ടി എങ്ങനെ സ്കൂളിൽ പോകും അറിയാൻ പാടില്ല. നമ്മൾ കൃഷ്ണന്റെ അമ്പലത്തിൽ പോവാണ്.
കൈനീട്ടത്തിനുള്ള പൈസയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമ്മൾ തമ്മനത്തുള്ള കൃഷ്ണൻ്റെ അമ്പലത്തിലാണ് പോയത്. ഞാൻ ഇതുവരെയും വിഷുവിന് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ടില്ല, മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോയിട്ടുണ്ട്. പോയപ്പോൾ എനിക്ക് അവിടുന്ന് കൈനീട്ടം കിട്ടി, ലഡു കിട്ടി, പിന്നെ നമ്മൾ വെണ്ണയും പഴവും നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. ലുക്ക് നമ്പർ 2. എനിക്ക് തോന്നുന്നു ഞാൻ ഈ വ്ളോഗ് മുഴുവൻ ഈ കാറിൽ ഇരുന്നാണ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. അമ്മിക്കുട്ടി ഉറങ്ങിപ്പോയി. നമ്മൾ ഫുഡ് ഓർഡർ കൊടുത്തേക്കുമായിരുന്നു, സദ്യ. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി വന്നതാണ്. മിസ്റ്റർ അമ്മി ഉറങ്ങിപ്പോയത് കൊണ്ട് ഞാൻ കാറിയിരിക്കുവാണ്. മിസ്റ്റർ കണ്ണൻ പോയിട്ടുണ്ട് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓണത്തിനൊക്കെ ഇവിടെ നിന്നാണ് ഫുഡ് വാങ്ങിക്കാറ്. തൃപ്പൂണിത്തുറയാണ് പൂർണ്ണത്രേശ എന്ന് പറഞ്ഞിട്ടുള്ളത് കാറ്ററിംഗ് ആണ്. അവരുടെ നല്ല ഫുഡാണ്. കഴിഞ്ഞ ഓണത്തിന് ഇവിടുത്തെ ആയിരുന്നപ്പോൾ വിഷു നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നല്ല ഫുഡാണ്. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് എല്ലാവരും കൂടി ഇരുന്ന് സദ്യ കഴിച്ചു. അമ്മയെ ഞാൻ രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പം അമ്മയെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കണ്ണൻ ഇല്ല, കണ്ണൻ വൈകുന്നേരത്തേക്ക് എത്തും. പക്ഷെ സദ്യയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് കിടന്ന് മയങ്ങണമല്ലോ. അങ്ങനെ ആ മയക്കത്തിന് വേണ്ടി കയറിയാണ്. ഉച്ചയ്ക്ക് ശേഷം ഞാൻ നല്ലപോലെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാരണം നമ്മളെല്ലാം ഒരു നല്ല വൈബിലായിരുന്നു. കാരണം ഉച്ച കഴിഞ്ഞ് ലേഖമ്മായും മനോജ് മാമനും പിന്നെ അമ്മൂമ്മയും മായമ്മയും ഒക്കെ വന്നു. എല്ലാവരുടെ കയ്യിൽ നിന്നും കൈനീട്ടം കിട്ടി. അമ്മയ്ക്ക് കുറേ കൈനീട്ടം കിട്ടി. അങ്ങനെ നല്ല ഒരു വിഷു ആയിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും മാളുവും നിലുവും ജിത്തും ഒക്കെ വന്നു. പിന്നെ രാത്രിത്തേക്കുള്ള ഫുഡ് നമ്മൾ എല്ലാവരും കൂടെ ഇരുന്ന് കുക്ക് ചെയ്തൊക്കെ കഴിച്ചു. അങ്ങനെ നല്ല ഗംഭീരമായിട്ടുള്ള ഒരു വിഷു ആയിരുന്നു. അങ്ങനെ ഇക്കൊല്ലത്തെ വിഷു ഇവിടെ അവസാനിച്ചിരിക്കുവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.